ശംഖുപുഷ്പം ഞാനിവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഒത്തിരി ആയി കഴിയുമ്പോൾ ഞാനിത് ഉണക്കി പൗഡറാക്കി എടുക്കും കേട്ടോ. ഇതിന് ഭയങ്കര വിലയാണ്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ശംഖുപുഷ്പം പൊടിച്ച് കഴിഞ്ഞിട്ട്, അതായത് ഉണക്കി പൊടിച്ചതിന് ശേഷം ഇത് വെച്ച് ടീ ഉണ്ടാക്കി കുടിക്കുന്നവരും അല്ലാതെ ചുമ്മാ ചൂടുവെള്ളത്തിൽ കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ശംഖുപുഷ്പം. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ അത് കിടപ്പുണ്ട്. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിൽപ്പുണ്ട്, ഒരു 3-4 തൈ നിൽപ്പുണ്ട്. ഒന്ന് വെള്ളപ്പോൾ നിങ്ങൾക്ക് എന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ ബ്ലൂ 2 സൈസിലുള്ള എതിറുള്ളതും ഉണ്ട്, എതിലില്ലാത്ത ഒറ്റ എതിരോട് കൂടിയ ശംഖുപുഷ്പം. ഈ 3 സൈസും നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഉണക്കി പൊടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ വേണം എന്നുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ തരാം. വറ്റിച്ചെടുത്ത് ശംഖുപുഷ്പത്തിൻ്റെ ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു 2-3 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർത്ത്, അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല ബദാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് ചെയ്തിട്ട് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നമുക്കത് നോക്കാം. എന്താ നമ്മളിവിടെ അത് നല്ല ജെൽ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല ക്രീം പരുവത്തിൽ നല്ല ജെൽ കൺസിസ്റ്റൻസി. ആ ശംഖുപുഷ്പം തിളച്ച് നന്നായി നല്ല അര ഗ്ലാസ്സായിട്ട് വറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ശംഖുപുഷ്പം നമ്മളെ കണ്ടായിരുന്നല്ലോ മുമ്പേ തിളപ്പിക്കുന്നത്. അത് ഞാൻ അരിച്ച് ഇങ്ങോട്ട് ഒഴിച്ച് തന്നിട്ട് അതിൻ്റെ പകുതിയിലധികം വറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അല്പം ഒരു 2-3 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഒരു വൈറ്റമിൻ എയുടെ ടാബ്ലറ്റ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഈ ജെല്ല്, അതായത് ഇതിൻ്റെ ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ജെൽ ഫോമിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലെന്ന് പറയുന്നത് ബ്രിഞ്ചാസിൻ്റെ അലോവേര കുക്കുംബർ ജെല്ലാണ് ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നത് കമൻറ്റ് ആയിരിക്കും. താങ്ക് യു.